നമസ്കാരം. നമ്മളിന്ന് ഒഴിയിലൊടുക്കത്തിൻ്റെ 190, 191 വെൺപാകളാണ് ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തുറവി എന്ന അധ്യായം നമ്മൾ ചർച്ച ചെയ്തു. സന്യാസത്തിൻ്റെ മാഹാത്മ്യം, അതാണ് ആ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് അരുളവത്തൈ തന്മയി എന്ന അധ്യായം ആരംഭിക്കുകയാണ്. 8-ാം അധികാരം അല്ലെങ്കിൽ 8-ാം അധ്യായമാണത്. ഇതിൽ സാക്ഷിരൂപസ്ഥിതി മാഹാത്മ്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഒഴിയിലൊടുക്കം എന്ന ഗ്രന്ഥം മഹാജ്ഞാനിയായ കണ്ണുടെ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം മഹാത്മാവായ തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരായിരുന്നു. എന്നാൽ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമല്ലായിരുന്നു. എന്നാൽ ശ്രീനാരായണ ഗുരു ഒരു ദിവസം ദീർഘദൂരം കല്ലടയാറ്റിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ മറവൂർ ഭാസ്കരൻ നായർ തുടങ്ങിയവർക്ക് ഈ ഗ്രന്ഥം ഉപദേശിക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമായി തീരുകയും ചെയ്തു. നമുക്കാദ്യം ഈ വെൺപാ ഒന്ന് നോക്കാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം ചിന്തിക്കാം. ഉണ്ടൊഴിത്തു തേടും ഉറമ്പറായി ഒன்று മുതൽ അണ്ടർപതത്തപ്പാലും ഐമ്പുലത്ത് ഉണ്ട് മുഴുങ്കിനർക്ക് ഭോഗം വരുത്തമായി തോன்ற എഴുந்த അരുൾ കേട്ടേനിതൻ. ഉണ്ടൊഴിത്ത് തേടും ഉടമ്പറായി, അതായത് എല്ലാവരും ഒരു ശരീരമെടുത്ത് ജനിക്കുന്നു. അപ്പോൾ ആ ഓരോ ശരീരവും ഓരോരോ സ്ഥലത്ത് ഓരോരോ ഭോഗങ്ങൾ, ചിലർ ധനവാന്മാരായിട്ടും ചിലർ പാവപ്പെട്ടവരായിട്ടും ചിലർ ആരോഗ്യമുള്ളവരായിട്ടും ചിലർ ആരോഗ്യമില്ലാത്തവരായിട്ടും ചിലർ സൗന്ദര്യമുള്ളവരായിട്ടും ചിലർ സൗന്ദര്യമില്ലാത്തവരായിട്ടും ഒക്കെ ജനിക്കുന്നു. അപ്പോൾ ഇതിന് കാരണമെന്ന് പറയുന്നത് ഉണ്ടൊഴിത്ത് തേടും ഉടമ്പറായി പ്രാരബ്ധമാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ധർമാധർമ്മങ്ങളുടെ ഫലമായിട്ട് ഭോഗങ്ങൾ, ചില ഭോഗങ്ങൾ നല്ലതും ചീത്തയും അനുഭവിക്കാനായിട്ട് കുറേയൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട നല്ലതായാലും ചീത്തയായാലും അനുഭവിക്കാനായി ഒരു ശരീരം, അതാണ് പ്രാരബ്ധ ശരീരം. ആ പ്രാരബ്ധ ശരീരവുമായിട്ട് ജനിക്കുന്നു. അപ്പം അതിൽ നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാം. കുറേയൊക്കെ സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്രാരബ്ധത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പക്ഷേ ബേസിക്കായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വരും. അത് പൂർവജന്മാർജിതമായ ധർമാധർമ്മങ്ങളുടെ ഫലമാണ്. അങ്ങനെ വന്നു ചേർന്നതിന് ശേഷം ഈ ജന്മം കുറേ കർമ്മങ്ങൾ ചെയ്യും. ധർമ്മവും അധർമ്മവും ഇത് രണ്ടും കൂടിയതും ഒക്കെയായിട്ട് പുണ്യപാപങ്ങളെ ആൾക്കാർ ചെയ്തു കൂട്ടും. ചിലർക്ക് കൂടുതൽ പുണ്യം ചെയ്യാൻ പറ്റും, ചിലർ കൂടുതൽ പാപം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മരണശേഷം ഒன்று മുതൽ അണ്ടർപതത്തപ്പാലും, ചിലർക്ക് ഭൂമിയിൽ ജനിക്കും, ചിലർ സ്ഥാവരാന്താം അധോഗതി, താഴോട്ട് പോകും, ഭക്ഷ്യമൃഗാദികളായിട്ടും ജന്തുക്കളായിട്ടും കീടങ്ങളായിട്ടുമൊക്കെ ജനിക്കും. ചിലർ ഉയർന്ന് ദേവന്മാരായിട്ട് ദേവന്മാരുടെ പദത്തെ പ്രാപിക്കും. ചിലർ അതിനും മീതെയുള്ള ഉയർന്ന സ്ഥാനങ്ങൾ പ്രാപിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ചാക്രികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുണ്യം തീരുമ്പോൾ വീണ്ടും ഭൂലോകത്തെ വന്ന് പ്രാപിക്കും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഇപ്പോൾ ദേവലോകത്തൊക്കെ ചെന്ന് പുണ്യങ്ങളൊക്കെ ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിലോട്ട് വരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി.
അപ്പോൾ വീണ്ടും കർമ്മം ചെയ്യുന്നു. അപ്പോൾ അത് ഏതാണോ അധികരിക്കുന്നത് അതനുസരിച്ച് വീണ്ടും ജന്മം ഉണ്ടാകും. അങ്ങനെ ഐമ്പുലത്ത് ഈ എവിടെ ചെന്നാലും ഈ ഭോഗങ്ങൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടുമാണ്. വേറെ അനുഭവിക്കാനായിട്ട് പുതിയ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. ഈ അന്ധകരണവും ഈ ഇന്ദ്രിയങ്ങളും വെച്ചാണ് ഏത് ലോകത്തായാലും, ദേവലോകത്തായാലും മനുഷ്യലോകത്തായാലും മൃഗലോകത്തായാലും ഒക്കെ ഈ അഞ്ചിന്ദ്രിയങ്ങളും അന്ധകരണവും കൊണ്ടാണ് ഈ ഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അങ്ങനെ കറങ്ങി കറങ്ങി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മുഴുങ്കിനർക്ക് ചില ആൾക്കാർക്ക് കുറച്ച് വിവേകശക്തി ഉണ്ടാവും. അങ്ങനെ ആ വിവേകശക്തിയുടെ ഫലമായിട്ട് അവർക്ക് ഈ ചാക്രികമായ ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ മടുപ്പുണ്ടാവും. 99.9% മടുപ്പുണ്ടാവില്ല. ഇത് തന്നെ ഇവിടെ തന്നെ തുടരണം, ഏതെങ്കിലും രീതിയിൽ ഇവിടെ തുടരണമെന്നുള്ള ആഗ്രഹമാണ് സാധാരണ മനുഷ്യർക്കുള്ളത്. അപ്പോൾ അതിൽ വളരെ റെയറായിട്ടുള്ള കുറച്ച് പേർക്ക് ഈ ലോകഭോഗങ്ങളിൽ മടുപ്പ് തോന്നുകയും അവർ ഇതിൽ നിന്ന് മുക്തരാകണം. നമ്മൾ കണ്ടിട്ടുണ്ട്, പരീക്ഷ്യലോകാൻ കർമ്മചിതാൻ നാസ്തി അകൃതകൃതേര ഗുരുമേവാഭിഗച്ഛേൻ സമിത്വാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പോൾ ഈ ലോകത്തെ പരീക്ഷിച്ച് നോക്കി വിവേകം കൊണ്ട് കർമ്മം കൊണ്ട് നേടുന്നതെല്ലാം അനൃതമാണ്, നിർവേദം. അതിൽ നിർവേദമുണ്ടായിട്ട് പിന്നെ അകൃതകൃതേര ഈ ലോകത്ത് കർമ്മം കൊണ്ട് നേടുന്നതെല്ലാം അനിത്യമാണ്. യത് കൃതകം തത് അനിത്യം. കൃതകമായ എല്ലാം നാശമാണ്. അതുകൊണ്ട് മോക്ഷമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി ബ്രഹ്മനിഷ്ഠനും ജ്ഞാനിയുമായ ഗുരുവിനെ വേണ്ട വിധത്തിൽ ആശ്രയിച്ച് സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മഴുങ്ങിനർക്ക്, ഈ ഇഹലോക ജീവിതത്തിലുള്ള നിസ്സാരത മനസ്സിലാക്കിയവർക്ക് ഭോഗം വരുത്തമായി തോന്നും. ഈ ഭോഗങ്ങളൊക്കെ ദുഃഖപ്രദമാണ്. സാധാരണ ആൾക്കാർക്ക് ഓരോ ഭോഗങ്ങളും സുഖപ്രദമാണ്. വിവേകമുള്ള ആൾക്കാർ അതിൽ ദോഷം കാണും. ഇന്ന ദോഷമിരിക്ക്, ഇന്ന ദോഷം ഇതിലുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്ക് ആ ഭോഗത്തിൽ താല്പര്യം നഷ്ടപ്പെടും. ഇപ്പോൾ ഈ പാൽപ്പായസം കുടിക്കുന്നവർക്ക് അതിലിച്ചിരി വിഷമുണ്ടെന്നറിയുമ്പോൾ അവരത് കളയത്തില്ലേ? അപ്പോൾ അതുപോലെ സാധാരണ ആൾക്കാർക്ക് ഭോഗം അത്യന്ത താല്പര്യമുള്ളതാണ്. പക്ഷേ വിവേകികൾക്ക് അതിൻ്റെ ദോഷവശങ്ങൾ അവർ മനസ്സിലാക്കും. ഇന്ന കുഴപ്പമുണ്ട് എന്നവർ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഭോഗം വരുത്തമായി തോன்று, ഭോഗത്തിൽ ദോഷം കാണാനുള്ള വിവേകശക്തിയുള്ളവർക്ക് അവർ ഈ ലോകത്തോട് വിരക്തിയും തദ്വാര ജ്ഞാനപ്രാപ്തിയും അവർക്കുണ്ടാവും. അങ്ങനെ വിരക്തിയും ജ്ഞാനവും കൂടി ഒരുമിക്കുമ്പോൾ എഴുന്ന അരുളുദയമാകും. രണ്ട് കാര്യങ്ങൾ വേണം, വൈരാഗ്യവും വേണം, ഈ ജ്ഞാനവും ഉണ്ടാവണം. അപ്പോൾ ഇത് രണ്ടും സമ്മേളിച്ചാൽ മാത്രമേ ജ്ഞാനമുണ്ടാവുകയുള്ളൂ. ഇനി ചില ആൾക്കാർക്ക് വൈരാഗ്യം കാണത്തില്ല, കുറേ പാണ്ഡിത്യം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ നനഞ്ഞ വിറക് പോലെയാണ്, എളുപ്പം കത്തത്തില്ല. അപ്പോൾ ഈ വൈരാഗ്യവും ജ്ഞാനവും സമ്മേളിക്കുമ്പോൾ എഴുந்த അരുള് ഉദയമാകും. കെട്ടേനിതൻ, ഇത് എൻ്റപ്പാ, ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇതിൻ്റെ മഹിമാവ് എങ്ങനെ പറയാൻ പറ്റും? കാരണം സാധാരണ ആൾക്കാർക്ക് ഇതിൻ്റെ മാഹാത്മ്യം മനസ്സിലാകുകയില്ല. അവർ കുറേ ഉപാസനയോ കുറച്ച് നിരാഹാരമോ കുറച്ച് വ്രതങ്ങളോ ഒക്കെ എടുത്ത് അതിൻ്റെ ഫലമായിട്ട് ചില ഉയർച്ചകളൊക്കെ കിട്ടി അത്
എന്തോ വലിയ കാര്യമാണ്, ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ് എന്ന് കരുതി അതിൽ ആനന്ദിക്കുന്ന കുറേ ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ജ്ഞാനമാഹാത്മ്യമൊന്നും തലയ്ക്കകത്ത് കയറത്തില്ല. അപ്പോൾ ഈ സത്യത്തെ അറിഞ്ഞ് വിരാഗികളായിട്ട് ജ്ഞാനനിമിത്തം ബ്രഹ്മാനുഭവം ഉണ്ടായിരിക്കുന്ന ഈ ആളുകളുടെ ഈ മഹാത്മ്യം കെട്ടേൻ ഇത് എന്നടാപ്പാ, ഇത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും? ഇതിൻ്റെ മഹാത്മ്യം അറിയിക്കാൻ പറ്റും? ഇത് എത്രയോ ജന്മം പുണ്യാദികളൊക്കെ ചെയ്ത് ആ ഒരു സുഹൃതം, ഈശ്വരഭജനമൊക്കെ ചെയ്ത് ഉണ്ടായ സുഹൃതം നിമിത്തം ഇതിലോട്ടൊരു താത്പര്യം ഉണ്ടാവുകയും അങ്ങനെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയും തന്നിമിഷം ഈ ലോകത്തോട് വൈരാഗ്യം ഉണ്ടാവുകയും ഭാഗ്യനിമിത്തം ജ്ഞാനികളായ ഗുരുക്കന്മാരെ കാണുവാനും വേദാന്ത ശാസ്ത്രമൊക്കെ അഭ്യസിക്കുവാനും അതുറപ്പിക്കുവാനും ഒക്കെ വഴിയുണ്ടാവുകയും തത്വമസ്യാദി മഹാവാക്യങ്ങളെ വിശകലനം ചെയ്ത് ആ അനുഭവം ഉണ്ടാക്കുകയും അങ്ങനെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തി പദം അടയുകയും ചെയ്യുന്ന ആ മഹാത്മാക്കളുടെ ആ ജീവിത രീതി സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാവും? അത് കേട്ടേൻ ഇതെങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും എന്ന് ഈ വെൺപ നമ്മെ ഓർമ്മപ്പെടുത്തും.